സ്ഥിരമായിട്ട് പൗഡർ ഉപയോഗിക്കാറുണ്ടോ? മുതിർന്നവരായിക്കോട്ടെ ചെറിയ കുട്ടികളായിക്കോട്ടെ സ്ഥിരമായിട്ട് പൗഡർ ഉപയോഗിക്കുന്ന ആളുകളാണോ നിങ്ങൾ? എന്നാൽ അത് അലർജിയിലേക്ക് നയിക്കാറുണ്ട്. എങ്ങനെയാണെന്നല്ലേ? നമ്മൾ പൗഡർ ഉപയോഗിക്കുമ്പോൾ പൗഡറിലുള്ള സൂക്ഷ്മ കണങ്ങൾ അന്തരീക്ഷത്തിലൂടെ നമ്മുടെ മൂക്കിലെത്തുന്നുണ്ട്. മൂക്കിലെ സ്ഥലങ്ങളിൽ എത്തിയിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. പൗഡറിലെ സൂക്ഷ്മ കണങ്ങൾ അലർജി ആസ്മയൊക്കെ ഉള്ള ആളുകൾക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പൗഡറിൽ ഒരുപാട് സുഗന്ധ വസ്തുക്കളുണ്ട്. നമ്മൾ ഡയറക്റ്റ് സ്കിന്നിൽ അത് ഉപയോഗിക്കുമ്പോൾ സ്കിന്ന് കൂടുതലായിട്ട് ഇറിറ്റേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. തൊലിപ്പുറത്തുള്ള അലർജിക്ക് കൂടുതലായിട്ട് അത് കാരണമാകാറും ചെയ്യാറുണ്ട്. ഉണങ്ങിയ തൊലിപ്പുറത്താണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കൂടുതലായിട്ട് വഷളാവുകയാണ് ചെയ്യുക. പൗഡർ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് മോയ്സ്ചറൈസർ. പ്രകൃതിദത്തമായിട്ട് നമുക്ക് നാച്ചുറലി അവൈലബിളും ആയിട്ടുള്ള ഏറ്റവും നല്ല സാധനങ്ങൾ ഉപയോഗിക്കുകയാണ് കുട്ടികളടക്കം എല്ലാവർക്കും നല്ലത്. കാരണം അത് നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും അത് ഒരു ഇറിറ്റേഷൻ ആയിട്ട് കാണിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് പ്രകൃതിദത്തമായി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. കുളിച്ചതിന് ശേഷം ചെറിയ നനവോട് കൂടിയ മേലിൽ പരട്ടുകയാണ് നല്ലത്. അതുപോലെ ഒലിവ് ഓയിൽ, ഷിയ ബട്ടർ, ജോജോബ ഓയിൽ ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് മോയ്സ്ചറൈസർ എഫക്ട് തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നാച്ചുറലി ഉപയോഗിക്കുക. പൗഡർ ഒഴിവാക്കിയിട്ട് ഇതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അലർജി നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പൗഡർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? എന്നാൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. സ്ഥിരമായിട്ട് പൗഡർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിന് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യൂ.